ജീവിതത്തിൽ നമ്മൾ പണം, ബന്ധങ്ങൾ, കരിയർ, ബിസിനസ് എന്നിങ്ങനെ പല മേഖലകളിലും നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപം ഏതാണ്? നമ്മൾ ഇതുവരെ നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? അത് നമ്മൾ തന്നെയാണ്. പഠിക്കാനും ചിന്തിക്കാനും ജോലി ചെയ്യാനും വരുമാനം നേടാനും എല്ലാം നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ തൊഴിൽ ശേഷിയും നൈപുണ്യങ്ങളും മനോഭാവങ്ങളുമാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർ ഇവയെല്ലാം വളർത്താൻ നമ്മളിൽ തന്നെ സ്വയം നിക്ഷേപിക്കാറുണ്ട്? നമ്മുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഏറ്റവും അടിസ്ഥാനമാകുന്ന നമ്മുടെ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയമാണ്. ഒരു പണച്ചെലവുമില്ലാതെ ദിവസവും 1 മണിക്കൂറെങ്കിലും മാറ്റിവെച്ച് നമ്മുടെ ഭാവിക്കായി നമ്മളിൽ തന്നെ നിക്ഷേപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. എന്തുകൊണ്ട് നമ്മളിൽ നിക്ഷേപിക്കണം? ലോകം വേഗത്തിൽ മാറുകയാണ്. ഒരാൾ ഒരു ജോലി നേടി 30-40 വർഷം അതിൽ തന്നെ തുടരുന്ന കാലം ഇനി ഉണ്ടാകാൻ പ്രയാസമാണ്. ഇന്ന് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ ഇവയെല്ലാം ജോലികളുടെ സ്വഭാവം തന്നെ മാറ്റുന്നു. പല സാധാരണ ജോലികളും ചെയ്യാൻ ഇന്ന് മെഷീനുകൾ മാത്രം മതി. നമ്മളെ ജോലിയിൽ മിടുക്കരാക്കിയിരുന്ന പല കഴിവുകളും ഇന്ന് പഴകിപ്പോകുന്നു. പുതിയ തൊഴിൽ സാധ്യതകൾ ദിനം പ്രതി ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം, ടൈപ്പിസ്റ്റ്, കാഷ്യർ, ഡാറ്റ എൻട്രി, ക്ലർക്ക് തുടങ്ങിയ തൊഴിൽ മേഖലകൾ ഇന്ന് കുറയുകയാണ്. അതേസമയം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റ അനാലിസിസ്, AI ടെക്നോളജി, കണ്ടന്റ് ക്രിയേഷൻ പോലുള്ള പുതിയ മേഖലകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. പഠനം നിർത്താത്തവർക്കും സ്വന്തം വളർച്ചയിൽ നിക്ഷേപിക്കുന്നവർക്കും മാത്രമേ ഈ സാഹചര്യത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ. നമ്മളിൽ നിക്ഷേപിക്കുക എന്നത് സ്വാർത്ഥതയല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്നത്തെ ജോലിയിലേക്കും നാളെയിലേക്കും ഉള്ള പാലം തന്നെയാണ് നമ്മളിൽ നിക്ഷേപിക്കൽ. പുതിയ സ്കില്ലുകൾ പഠിക്കുക, പഴയ അറിവ് പുതുക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ഇതെല്ലാം നിക്ഷേപമാണ്. ഉദാഹരണമായി റീസ്കില്ലിംഗ്, പഴയ തൊഴിൽ മേഖലകൾ മാറുമ്പോൾ പുതിയ മേഖലയിൽ പ്രാവീണ്യം നേടുക. അപ്സ്കില്ലിംഗ്, നിലവിലുള്ള ജോലിയെ കൂടുതൽ നന്നാക്കാൻ പുതിയ ടെക്നോളജി പഠിക്കുക. ഇവയെല്ലാം നമ്മളിൽ നിക്ഷേപിക്കാനുള്ള വഴികളാണ്. ആരോഗ്യത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്, ജിമ്മിൽ പോകുന്നത്, ഇതും ഒരു നിക്ഷേപമാണ്. പുസ്തകം വായിക്കൽ, പുതിയ അറിവുകൾ നേടൽ, ഇത് മറ്റൊരു നിക്ഷേപം. നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുക, മനഃശാന്തിക്ക് സമയം നൽകുക, ഇതും ഒരു നിക്ഷേപമാണ്. ചുരുക്കത്തിൽ നിക്ഷേപം എന്നത് പണം മാത്രമല്ല. നമ്മളിൽ തന്നെ നിക്ഷേപിക്കാൻ നമുക്ക് പണം ചെലവാക്കേണ്ടതില്ല. നമ്മുടെ സമയം മാറ്റിവെക്കൽ, നമ്മുടെ ചില ശീലങ്ങൾ മാറ്റൽ, അറിവ് നേടൽ, മനസ്സിനെയും ശരീരത്തെയും പരിപാലിക്കൽ തുടങ്ങി ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഒരു പണച്ചെലവുമില്ലാതെ നമുക്ക് നടത്താവുന്ന യഥാർത്ഥ നിക്ഷേപം. നമ്മൾ നമ്മളിൽ തന്നെ നിക്ഷേപിക്കേണ്ട 4 പ്രധാന മേഖലകൾ നമുക്കിന്ന് പഠിക്കാം. നിക്ഷേപം 1, മാനസികവും ആത്മീയവുമായ നിക്ഷേപം, മെന്റൽ ആൻഡ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഇന്നത്തെ ലോകത്തിൽ ഡിഗ്രിയല്ല, ചിന്താശൈലിയാണ് മുഖ്യം. ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ, ജേർണലിംഗ് എന്നിവയ്ക്കായി മാറ്റിവെക്കുക. എന്താണ് ഈ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലാഭം? നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾ വളർത്തും, നമ്മുടെ ആത്മവിശ്വാസം വളർത്തും. സ്വന്തം മനസ്സിന്റെ ശബ്ദം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നിവ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിക്ഷേപം 2, ശാരീരിക ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത്. ആരോഗ്യമില്ലാതെ നമുക്ക് മറ്റൊന്നും നേടാനാവില്ല. നമ്മുടെ ശരീരത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുക. 7 മണിക്കൂറെങ്കിലും ഉറക്കം, പോഷകങ്ങൾ ഉൾപ്പെട്ട മിതമായ ഭക്ഷണം, ശരിയായ അളവിൽ കുടിവെള്ളം, 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള വ്യായാമം എന്നിവയെല്ലാം ശീലമാക്കുക. നിക്ഷേപം 3, അറിവുകളും കഴിവുകളും, നോളജ് ആൻഡ് സ്കിൽസ്. മുമ്പ് ഒരു ഡിഗ്രി നേടിയാൽ സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പായിരുന്നു. ഇന്നതല്ല. ഇപ്പോൾ മുഖ്യമായത് ലേണിംഗ് മൈൻഡ് സെറ്റ് ആണ്. തുടർച്ചയായ പഠനശീലമുള്ളവരാണ് ഭാവിയെ നയിക്കുന്നത്. പുതിയൊരു ഭാഷ, പുതിയ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ക്രിയേറ്റീവായ ഒരു ഹോബി എന്നിവ പഠിക്കുക. അതിനായി ദിവസവും 20 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. ഓൺലൈൻ കോഴ്സുകൾ,
പോഡ്കാസ്റ്റുകൾ, പുസ്തകങ്ങൾ, ഇവയിലൂടെയെല്ലാം നമുക്ക് നമ്മളിൽ തന്നെ നിക്ഷേപം നടത്താം. നമുക്ക് ലഭിക്കുന്ന ലാഭം എന്താണ്? തുടർച്ചയായ പഠനം നമ്മെ അപ്ഡേറ്റ് ആക്കും. നമ്മുടെ അറിവും ആത്മവിശ്വാസവും ഏകാഗ്രതയും ഫോക്കസും കൂടും. കാലത്തിനു ചേർന്ന നൈപുണ്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലോ നമ്മുടെ പഠനത്തിലോ ഈ അറിവുകൾ പ്രയോഗിക്കാൻ സാധിക്കും. കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കും. നിക്ഷേപം 4. സോഷ്യൽ എനർജിയും നെറ്റ്വർക്കിങ്ങും. റിലേഷൻഷിപ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ്. AI, ഓട്ടോമേഷൻ, റോബോട്ടുകൾ ഇവയെല്ലാം എത്ര വളർന്നാലും ചില കാര്യങ്ങൾ മനുഷ്യരിൽ മാത്രമേയുള്ളൂ. അത് സൃഷ്ടിപരമായ ചിന്ത, സഹാനുഭൂതി, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, വ്യക്തിത്വം, മൂല്യങ്ങൾ എന്നിവയൊക്കെയാണ്. ഇവയെല്ലാം വളർത്തുന്നതും സംരക്ഷിക്കുന്നതും നമ്മളിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക. അത് മാനസികാരോഗ്യത്തിനും നമ്മുടെ വളർച്ചയ്ക്കും സഹായിക്കും. ചുറ്റുമുള്ളവരിൽ നിന്ന് പോസിറ്റീവ് എനർജി നേടാൻ നമുക്ക് സാധിക്കും. നമ്മളിൽ നെഗറ്റീവ് ചിന്തകൾ വളർത്തുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നമ്മളിൽ നിക്ഷേപിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ നമുക്ക് നോക്കാം. എല്ലാ ദിവസവും ചെറിയ ശീലങ്ങൾ തുടങ്ങുക. ദിവസവും രാവിലെ 10 മിനിറ്റ് പുസ്തക വായന, 5 മിനിറ്റ് മെഡിറ്റേഷൻ, 15 മിനിറ്റ് വ്യായാമം എന്ന രീതിയിൽ നമുക്ക് തുടങ്ങാം. അരമണിക്കൂർ കൊണ്ട് ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉന്മേഷം നമുക്ക് നേടാം. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഡയറിയിലോ ജേർണലിലോ എഴുതി വെക്കുക. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ സമയം ഇതിനായി മതി. എന്തെഴുതാം? എനിക്ക് എന്ത് കഴിവ് വളർത്തണം? എനിക്ക് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്? ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അംഗീകാരങ്ങളും മികവുകളും നേടാൻ സാധിക്കുന്നത്? ഞാൻ അതിനായി ഇന്നെന്താണ് ചെയ്യേണ്ടത്? അത് ഇന്നലത്തേക്കാൾ മെച്ചമായി എനിക്കെങ്ങനെ ഇന്ന് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിൽ നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും കുറിച്ചു വെക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഫോക്കസ് ലഭിക്കുന്നു. നോ പറയാൻ പഠിക്കുക. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ എനർജി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളിലും വിനിയോഗിക്കുക. അർത്ഥമില്ലാത്ത കാര്യങ്ങളോട് നോ പറയുക. നമ്മുടെ താല്പര്യങ്ങളെ പിന്തുടരുക. സംഗീതം, ആർട്ട്, യാത്ര, പാചകം ഇങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സമയം കണ്ടെത്തുക. ഇന്നത്തെ കാലം നമ്മളോട് പറയുന്നത് ഇതാണ്: പുറത്തുള്ള ലോകത്തെ നിനക്ക് നിയന്ത്രിക്കാനാവില്ല, പക്ഷെ നിന്നിൽ എന്ത് വളർത്തണമെന്ന് നിനക്ക് തീരുമാനിക്കാം. നീ പഠിച്ചുകൊണ്ടിരിക്കുക, നിന്റെ മനസ്സിനെ വളർത്തുക, നിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. അതാണ് ഭാവിയിലേക്കുള്ള നിന്റെ സമ്പാദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിക്ഷേപിക്കുക എന്നത് ഒരു ദൈനംദിന യാത്രയാണ്. നമ്മൾ ഇന്ന് നമ്മളെ തന്നെ സ്വയം നന്നാക്കുമ്പോൾ ഇന്നും നാളെയുമെല്ലാം നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ മാറ്റം, ഒരു പുതിയ ശീലം, ഒരു പുതിയ അറിവ്, ഇതിലൂടെയെല്ലാം നമുക്ക് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനായി ഓരോ ദിവസവും ആകെ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ ആണ്. എത്രയോ സമയം നമ്മൾ സോഷ്യൽ മീഡിയ അടക്കം നിരർത്ഥകമായ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നു. അതിൽ നിന്ന് 1 മണിക്കൂറെങ്കിലും നമുക്കായി മാറ്റിവെക്കാം. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആസ്തി.